നമസ്തേ. കേന്ദ്ര സർക്കാരിന്റെ സവാള വണ്ടി ഗ്രാമങ്ങളിൽ എത്തിത്തുടങ്ങി. മരോട്ടിച്ചാല്, മാന്നമംഗലം അതുപോലെ ഈ പ്രദേശങ്ങളിലെല്ലാം പുലർകാലങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വാഹനം, ഇതുപോലെയുള്ള വാഹനങ്ങളെല്ലാം ഈ ഭാഗത്തേക്ക് വരാനായിട്ട് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, മാർക്കറ്റ് വില, അതായത് സവോളയ്ക്ക് ഭയങ്കര വില വർദ്ധിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ടെൻഷനും ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കില്ല. കാരണം 1 കിലോ 25 രൂപയ്ക്കാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പുത്തൂർ പഞ്ചായത്തിന്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ ഈ വണ്ടി വരാൻ വേണ്ടി പലരും കാത്തിരിക്കും. നമുക്ക് ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഇതെങ്ങനെയാട്ടാ, സംഭവം ഗംഭീരമാണോ? സംഭവം ഗംഭീരമാണ്. കടകളിൽ 60 രൂപയ്ക്ക് കിട്ടുന്ന സബോളയാണ് സർക്കാർ 25 രൂപയ്ക്ക് വെക്കുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. പകുതി വിലയ്ക്കാണ് ഈ സാധനം കിട്ടുന്നത്. സർക്കാർ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. ഒരു ദിവസം 2 കിലോ മാക്സിമം. ഒരു കുടുംബത്തിന് 2 കിലോ അല്ലേ? തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങൾ, ഇതിപ്പോൾ നിൽക്കുന്നത് പുത്തൂർ പഞ്ചായത്തിന്റെ മരോട്ടിച്ചാൽ ഭാഗത്താണ്. അപ്പോൾ രാവിലെ തന്നെ സവോള വണ്ടി വരുമ്പോൾ വീട്ടമ്മമാരെല്ലാം കാത്തു നിൽക്കുകയാണ്. എന്തായാലും യഥാർത്ഥത്തിൽ സവോള മാത്രമല്ല, വേറെ എന്തൊക്കെയാണ് ഐറ്റംസ് അല്ലാട്ടെ അതിനകത്ത്? പരിപ്പൊന്ന് കാണിച്ചു തരാമോ? ഇത് പരിപ്പാണ് കേട്ടോ. 60 രൂപയുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ പരിപ്പുണ്ടോ, സംഭവം ഗംഭീരാണ്. ഇത് എന്തോരം കിട്ടും ചേട്ടാ ഒരു വീട്ടിലേക്ക്? നമുക്ക് മാക്സിമം ഓരോ പാക്കറ്റ്, അതായത് 1 കിലോ അല്ലേ? 1 കിലോ പരിപ്പാണ്. മാർക്കറ്റ് വില നമുക്കറിയാലോ, അതിലും 60 രൂപയ്ക്കാണ് കിട്ടുന്നത്. എന്തായാലും സംഭവം സൂപ്പറാണ്. അതായത് വർദ്ധിച്ചു വരുന്ന വില കയറ്റത്തിന് ഒരു പരിധിവരെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമാണ് എന്നതിൽ ഒരു സംശയമില്ല. 1 കിലോ സവാള 25 രൂപ, അരി കിലോയ്ക്ക് 25 രൂപ. ഗോതമ്പിന്റെയും സവാളയുടെയും വില പിടിച്ചു കെട്ടിയതിന് പിന്നാലെ അരിവില പിടിച്ചുകെട്ടാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവയ്ക്ക് പിന്നാലെ കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ അരി വിൽക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്രം. ഭാരത് ബ്രാൻഡിലുള്ള അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിലാകും ഈ പദ്ധതി പ്രകാരം ലഭിക്കുക. സർക്കാർ ഇതിനകം തന്നെ ആട്ടയും പയർവർഗവും ഈ ബ്രാൻഡിന് കീഴിൽ വിൽക്കുന്നുണ്ട്. ഭാരത് ബ്രാൻഡിലുള്ള ആട്ട കിലോഗ്രാമിന് 27 രൂപ 50 പൈസ നിരക്കിലും ഭാരത് ബ്രാൻഡിലുള്ള ദാൽ കിലോഗ്രാമിന് 60 രൂപ നിരക്കിലുമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ വിൽക്കുന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാകും അരി വിൽക്കുക. ഉടൻ തന്നെ അരി വിൽപ്പനയ്ക്കായി എത്തും. കിലോയ്ക്ക് 80 മുതൽ 100 രൂപയ്ക്ക് മുകളിൽ വരെ എത്തിയതിനെ തുടർന്ന് 1 മാസം മുമ്പ് അടുക്കളയിൽ നിന്ന് പുറത്തായ സവാള തിരികെ അടുക്കളയിലേക്ക്. ആഭ്യന്തര വിപണിയിലെ കടുത്ത വിലവർദ്ധനവ് നിയന്ത്രിക്കാനും പണപ്പെരുപ്പത്തിന് കടിഞ്ഞാണിടാനുമായി സവാളയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതോടെ സവാള വില കുത്തനെ കുറഞ്ഞു. ആഭ്യന്തര വിപണിയിൽ മൊത്ത വ്യാപാര വിലയിൽ 50% വരെ കുറവ് വന്നിട്ടുണ്ട്. അടുത്ത മാർച്ച് വരെയാണ് സവാളയുടെ കയറ്റുമതി നിരോധനം. ഡിസംബർ 7-ന് കയറ്റുമതി നിരോധനം നടപ്പാക്കുമ്പോൾ 39-40 രൂപയായിരുന്ന വില ഇപ്പോൾ 20-21 രൂപയായി കുറഞ്ഞു. ഖാരിഫ് സീസണിലെ വിളവെടുപ്പ് തുടങ്ങിയതിനാൽ വില ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യത.